ഹലോ ഫ്രണ്ട്സ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് ഇയർ ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അർബൻ സോഷ്യോളജിയിലെ ഫസ്റ്റ് യൂണിറ്റാണ്, ഇൻട്രൊഡക്ഷൻ ടു അർബൻ സോഷ്യോളജി. അതായത് ഈ അർബൻ സോഷ്യോളജിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രാഥമികമായ ഇതിൻ്റെ അർത്ഥതലങ്ങൾ, അതിൻ്റെ ഒരു നേച്ചർ, പിന്നെ അതിൻ്റെ ഉത്ഭവം, വികാസം, പിന്നീട് വളരെ പ്രധാനപ്പെട്ട ചിക്കാഗോ സ്കൂളിൽ നിന്നാണ്, അമേരിക്കയിലെ ചിക്കാഗോ സ്കൂൾ, ആ ഭാഗത്തു നിന്നാണ് ഇത് രൂപപ്പെട്ടു വന്നത്. പിന്നീട് വളരെ വിശാലമായി ഇത് ലോകത്തോളം വളരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ ഇതിൻ്റെ സ്കോപ്പിനെക്കുറിച്ചും ഇതിൻ്റെ പ്രാധാന്യം, അതുപോലെ ഇന്ത്യയിൽ നടന്ന ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെയാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുക. അപ്പോൾ ആദ്യമായി ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളൊരു സാധാരണക്കാരനായ ഒരു വില്ലേജ്, ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾ നമ്മളൊരു ഫോക്ക് എന്നാണ് പറയുക. അതുപോലെ ഒരു അർബനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നഗരത്തിൽ താമസിക്കുന്ന ആൾ. അപ്പോൾ ഒരു ടൗണിൽ താമസിക്കുന്ന ആളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പലപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ അധികം സാധാരണയായിട്ട് വില്ലേജിൽ താമസിക്കുന്ന ആളെ മനസ്സിലാക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ടേം, അർബൻ എന്ന ടേം ഉത്ഭവിച്ചു വരുന്നത് ലാറ്റിൻ വേർഡായ അർബാനസ്, അല്ലെങ്കിൽ പിന്നെ ഫ്രഞ്ച് വേർഡായ അർബൈൻ എന്ന വേർഡുകളിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക്, നഗരങ്ങളെക്കുറിച്ചുള്ള ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നഗരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും വിശാലമായ ചരിത്രം ഇതിനുണ്ടെങ്കിൽ കൂടി ഇതൊരു പഠനശാഖയായിട്ട് കൃത്യമായി രൂപപ്പെട്ടു വരുന്നത് വളരെ കുറഞ്ഞ 100 വർഷങ്ങൾക്കപ്പുറം മാത്രമാണ്. വളരെ പ്രധാനപ്പെട്ട് ഇതിൽ വർക്ക് വന്നത് 1598 അതായത് നമ്മൾ പറഞ്ഞത് 100 വർഷങ്ങൾക്ക് അപ്പുറമാണ് അതിൽ ശാസ്ത്രീയമായ രീതിയിൽ വന്നതെങ്കിൽ കൂടി ഒറ്റപ്പെട്ട പല വർക്കുകളും ഇതിൻ്റെ മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതാണ് 1598 ഇറ്റാലിയൻ സ്കോളറായ ജുവാനി ബൊത്തേരോയുടെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം. പിന്നീട് ആ പുസ്തകം 1806 ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. എ ട്രീറ്റീസ് കൺസേണിങ് ദ കോസസ് ഓഫ് മാഗ്നിഫിസൻസ് ഓഫ് ആൻഡ് ഗ്രേറ്റ്നെസ് ഓഫ് സിറ്റീസ് എന്ന പേരിൽ അത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പോൾ അതിൽ ഒരുപാട് നഗരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ഒരുപാട് സ്കോളേഴ്സ്, സാമ്പത്തിക വിദഗ്ധരും ചരിത്രകാരന്മാരും അതുപോലെ പോപ്പുലേഷൻ സ്റ്റഡീസിലുള്ള സ്കോളേഴ്സൊക്കെ വളരെ വിശാലമായി ഈ സിറ്റി ലൈഫിനെ കുറിച്ച് അവർ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം വന്ന പിന്നീട് മയറെ പോലെയുള്ള, റൂച്ചറ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ, അവർ ഈ അർബൻ സൊസൈറ്റിയിലേക്കുള്ള, അല്ലെങ്കിൽ സിറ്റി ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളെയും അവർ അഡ്രസ്സ് ചെയ്യുകയും അതിൽ പല വർക്കുകളും അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. 1910 വളരെ പ്രധാനപ്പെട്ട ഒരു വർക്ക് വരുന്നത് ഫ്രഞ്ച് സ്കോളറായ റെനെ മൗര്യറുടെ ഒരു വർക്ക് ആ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. അദ്ദേഹം ഒരു എക്കണോമിക്കൽ ബേസിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക്, ഒരു സിറ്റി ലൈഫിലുള്ള എക്കോണമി ബേസിലാണ് അദ്ദേഹം പുസ്തകം പബ്ലിഷ് ചെയ്തത്. പിന്നീട് അതിനുശേഷം ജോർജ് സിമ്മലും മാക്സ് വെബറുടെയൊക്കെ ഒരുപാട് വർക്കുകൾ ഈ മേഖലയിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്കോളേഴ്സ് ഈ അർബൻ സോഷ്യോളജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ 1925 വളരെ പ്രധാനപ്പെട്ട ഒരു അമേരിക്കൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ ഒരു മീറ്റിംഗ് ഈ ഒരു അർബൻ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് നടക്കുകയും, അപ്പോൾ അതിൽ പ്രസൻറ്റ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഏണസ്റ്റ് വാട്സൺ ബുർജസിൻ്റെ ഒരു വർക്ക് അദ്ദേഹം അതിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു. അത് പിന്നീട് ഇത് അർബൻ കമ്മ്യൂണിറ്റി എന്ന പേരിൽ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട റോബോട്ട് പാർക്കിനെ പോലെയുള്ള, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഏണസ്റ്റ് വാട്സൺ ബുർജസിനെ പോലെയുള്ള ഒരുപാട് ആളുകളാണ് ഈ മേഖലയിൽ പ്രധാനപ്പെട്ട ഒരുപാട് വർക്കുകൾ അവർ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അവരുടെ ഈ എഫേർട്സ് കാരണം പിന്നീട് അവരുടെയൊക്കെ സ്റ്റുഡൻസ്, ചിക്കാഗോ സ്കൂൾ ഓഫ് അർബൻ സോഷ്യോളജിയുടെ അവരുടെയൊക്കെ സ്റ്റുഡൻസും ഈ മേഖലയിൽ കാര്യപ്പെട്ട ഒരുപാട് സംഭാവനകൾ ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു സോഷ്യോളജിയും അർബൻ സോഷ്യോളജിയുടെ ഒരു കോമണായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് രണ്ടും വെസ്റ്റേൺ സൊസൈറ്റിയിൽ നിന്നാണ് അത് രൂപപ്പെട്ട് വികസിച്ചു വന്നത്. അപ്പോൾ ഇതിൽ ചിക്കാഗോ സ്കൂളിലെ സ്റ്റുഡൻസും അവിടുത്തെ സ്കോളേഴ്സുമാണ് പ്രധാനമായിട്ടും ഈ അർബൻ സോഷ്യോളജിയിലുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, ഈ അർബൻ സോഷ്യോളജി അത് കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായിട്ടും നഗരവുമായി ഓരോ സിറ്റി ലൈഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, ഒരു സിറ്റിയിലെ പോപ്പുലേഷൻ അത് പലപ്പോഴും ഒക്കുപ്പേഷൻസ്, അഗ്രികൾച്ചർ അല്ലാത്ത മറ്റ് ഒക്കുപ്പേഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു സിറ്റിയിലെ പോപ്പുലേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ വളരെ ഹൈ ഡെൻസിറ്റി പോപ്പുലേഷൻ ഒരു സൊസൈറ്റിയിൽ ഈ അർബൻ ലൈഫിലുണ്ടാവും. അതുപോലെ തന്നെ സിറ്റിയിലൊക്കെ ഒരുപാട് വ്യത്യസ്ത തരം ഡിവിഷൻ ഓഫ് ലേബറുകൾ ഉണ്ടാവും. ഒരു വില്ലേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് വ്യത്യസ്ത തരം ലേബറുകളിലേക്കായിരിക്കും ആളുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ വില്ലേജുകളിലെ പോലെയുള്ള ഒരു
കൃത്യമായ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഇവിടെ പരസ്പര ബന്ധങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നമുക്കറിയുന്നത് പോലെ ഈ അർബൻ ലൈഫിലുണ്ടാവും. ഇനി ഈ അർബൻ സോഷ്യോളജിയുടെ ഒരു കൃത്യമായ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് അർബൻ ലൈഫ്. ഈ അർബൻ ലൈഫിനെ കുറിച്ചുള്ള പഠനമാണ് ഈ അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനൊരുപാട് ഡെഫിനിഷൻസ് ഒരുപാട് സ്കോളേഴ്സ് നൽകിയിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞത് എന്താണ്, ഇതൊരു സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ ഒരു സിറ്റിയിലുള്ള സ്ട്രക്ചറിനെ കുറിച്ചുള്ള പഠനമാണ്. അതുപോലെ മറ്റു ഫ്ലനാഗാനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ഇതൊരു സോഷ്യോളജിയുടെ സബ് ഡിസിപ്ലിനായി വരുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേകമായ സ്പേസ്, ഒരു അർബൻ ഏരിയയുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ് ഇതിൽ നടക്കുക. അതുപോലെ മറ്റു ചിലർ പറഞ്ഞത് ഇതൊരു ഇമ്പാക്റ്റ് ഓഫ് ദ സിറ്റി ലൈഫ് ഓൺ സോഷ്യൽ ആക്ഷൻ. ഒരാളുടെ സോഷ്യൽ ആക്ഷനിൽ ഉണ്ടാക്കുന്ന ഈ ഒരു നഗരത്തിൻ്റെ സിറ്റിയുടെ ഒരു സിറ്റി ലൈഫിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ്, അതായത് ഈ സിറ്റി ലൈഫിൽ നിന്ന് ആളുകൾക്ക് ഉണ്ടാകുന്ന അവരുടെ ആക്ഷൻ, അവരുടെ പ്രത്യേകമായ അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ ജീവിതക്രമങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഈ അർബൻ സോഷ്യോളജിയിൽ പഠിക്കുക. അതുപോലെ പല സ്കോളേഴ്സും പല രീതിയിലുള്ള ഡെഫിനേഷൻസ് അതിന് നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിളായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് അർബൻ സൊസൈറ്റി, ഒരു സൊസൈറ്റിയിൽ പഠിക്കാനുള്ള വളരെ ശാസ്ത്രീയമായ ഒരു പഠനത്തിനാണ് ഈ ഒരു അർബൻ സോഷ്യോളജി എന്ന് പറയുക. അപ്പോൾ ഇനി അതിൻ്റെ ഒരുപാട് ആദ്യകാലത്തുണ്ടായിരുന്ന സിറ്റികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യകാലത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ മെസ്സപ്പൊട്ടോമിയ, ഏഷ്യ, അമേരിക്ക ഭാഗങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിൽ 10,000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് സിറ്റികൾ കണ്ടെടുക്കപ്പെട്ടിരുന്നു. വളരെ പ്രധാന ഒരു സിറ്റികളാണ് മെസ്സപ്പൊട്ടോമിയയിലുണ്ടായിരുന്ന എറിദു, ഉറുക്ക് പോലെയുള്ള, ഇന്നത്തെ ഇറാഖിലാണ് ഈ സിറ്റികളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇൻഡസ് വാലിയിൽ മോഹൻജദാരോ പോലെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളുണ്ടായിരുന്നു. അതുപോലെ ആൻഷ്യൻ്റ് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലൊക്കെ ഒരുപാട്, മെസോ അമേരിക്ക, അതുപോലെ ആൻഡീസ് പോലെയുള്ള ഒരുപാട് സിറ്റികൾ ആദ്യ കാലഘട്ടങ്ങളിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെടുക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു അർബൻ സോഷ്യോളജി അതിൻ്റെ ഒരു കൃത്യമായ ഉത്ഭവവും വികാസവും പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സോഷ്യോളജി ഒരു ഡിസിപ്ലിനായിട്ടാണ് കടന്നു വരുന്നത്. അതുപോലെ ചിക്കാഗോ സ്കൂളിൽ നിന്ന്, അവിടുത്തെ സ്കോളേഴ്സിൽ നിന്നാണ് ഇതൊരു പഠനശാഖയായി കൃത്യമായി രൂപപ്പെട്ടു വരുന്നത്. 1892 അമേരിക്കയിലാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജി ആദ്യമായിട്ട് ഇവിടെ ആരംഭിക്കുന്നത് 1892. അപ്പോൾ അതിൻ്റെ HOD, അതിൻ്റെ ഹെഡായി ഉണ്ടായിരുന്നത് അൽബിയോൺ വില്യം സ്മോൾ ആയിരുന്നു. അതുപോലെ തന്നെ ചാൾസ് ഹെൻഡേഴ്സൺ, അതുപോലെ വില്യം ഇസാക്ക് തോമസ് പോലെയുള്ള ഒരുപാട്, ജോർജ് വിൻസെൻ്റിനെ പോലെയുള്ള സ്കോളേഴ്സൊക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ 1920കളിൽ അവർ വളരെ കൃത്യമായ റിസർച്ച് വർക്കുകൾ നടത്തി ഈ അർബൻ സോഷ്യോളജിയെക്കുറിച്ച് അവർ കൃത്യമായ പഠനങ്ങൾ നടത്തി അവർ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ അമേരിക്കയിൽ വളരെ കൃത്യമായ ഇതൊരു മാറ്റം കൊണ്ടുവരികയും ഒരുപാട് ആളുകൾ ഈ തരത്തിലുള്ള സിറ്റി ലൈഫുകളെ കുറിച്ചുള്ള പഠനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പഠനങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നത് നമ്മുടെ ചിക്കാഗോ പോലെയുള്ള സിറ്റികളായിരുന്നു അമേരിക്കയിൽ. പിന്നീട് സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള പഠനങ്ങൾ, അവരുടെ സബ്ജക്റ്റ് മാറ്റർ ഈ ഒരു അർബൻ സോഷ്യോളജിയായി മാറുകയുണ്ടായി പിൽക്കാലത്ത്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, ഗ്രോത്തുകൾ ഈ പറയപ്പെട്ട ചിക്കാഗോ അതുപോലെയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് ഇത് ഒരുപാട് വിശാലമായിട്ട് പിന്നീട് ഇത് മുന്നോട്ട് വരുന്നത്. നമ്മളെ ജോർജ് സിമ്മലിനെ പോലെയുള്ള ആളുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു വർക്ക് അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ദ മെട്രോപോളിസ് ആൻഡ് മെൻ്റൽ ലൈഫ് എന്നൊരു വർക്ക് 1903 പബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തെ ഫാദർ ഓഫ് അർബൻ സോഷ്യോളജി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കാരണം അറിയപ്പെടുന്നത്. അതുപോലെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ പറയപ്പെട്ടതുപോലെ ജോർജ് സിമ്മൽ, മാക്സ് വെബർ, റെനെ മോരിയറെ പോലെയുള്ള ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള പബ്ലിക്കേഷൻസ് നടത്തി. ഒരു ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന രീതിയിൽ അർബൻ സോഷ്യോളജിയുടെ ഒരു വർക്ക് വന്നത് 1929 അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു അർബൻ സോഷ്യോളജി. അത് വികസിക്കുന്നതിൽ അർബനൈസേഷൻ, നഗരവൽക്കരണത്തിലൂടെയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് കൂടുതൽ ഈ അർബൻ സോഷ്യോളജി എന്നൊരു പഠനശാഖയും അങ്ങനെ കൃത്യമായി രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ പിന്നീട് വാണിജ്യവൽക്കരണത്തിനും വ്യവസായിക വിപ്ലവത്തിനൊക്കെ ശേഷം വളരെ വലിയ മാറ്റങ്ങൾ ഈ മേഖലയിലൊക്കെ ഉണ്ടായി. ഈ പറയപ്പെട്ട ചിക്കാഗോയിലേക്ക് ഒരുപാട് യൂറോപ്പിൽ നിന്നും, ഫ്രഞ്ചിൽ നിന്നും, സ്വീഡനിൽ നിന്നും, ചെക്കോസ്ലോവാക്കിയ, ജർമ്മനിയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് ഇവിടേക്ക് വന്നു. അങ്ങനെ വളരെ വലിയ പോപ്പുലേഷൻ ഇവിടെ അനുഭവപ്പെടുകയും പിന്നീട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായ ഇടപെടലുണ്ടായി. അവിടെ ആവശ്യമായ
മാറ്റങ്ങളും റിസോഴ്സുകളൊക്കെ അവിടെ വർദ്ധിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വളരെ വലിയൊരു പോപ്പുലേഷനിൽ ചിക്കാഗോയിൽ വലിയൊരു പോപ്പുലേഷനിൽ തന്നെ വലിയൊരു വളർച്ച അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ 1920 ഈ ചിക്കാഗോ സ്കൂളിൽ അവർ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ മുന്നോട്ട് വെച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ട് ആസ്പെക്റ്റുകളാണെന്ന് അവർ പറയുന്നത് ദ സ്പേഷ്യൽ പാറ്റേൺ, അതായത് ഒരു നഗരം, ആ നഗരത്തിൻ്റെ ഒരു ഭൂപ്രകൃതി, അതിൻ്റെ ഒരു ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അതായത് അതിൻ്റെ ആ ഒരു ലാൻഡ് സ്പേസ് മാത്രമല്ല അതിലുണ്ടാവും, മറിച്ച് അവിടുത്തെ ജനങ്ങൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന അവിടെ ഉണ്ടാക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ, അവരുടെ പ്രത്യേകമായ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഈ ഒരു ഈ സിറ്റി ലൈഫിൽ അതിൽ പ്രതിഫലിക്കും. അതുപോലെ കൾച്ചറൽ ലൈഫ് ഓരോ നഗരങ്ങളിലെയും ആളുകളുടെ കസ്റ്റംസ്, അവരുടെ സ്റ്റാൻഡേർഡുകൾ, അതൊക്കെ അവിടെയുള്ള ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാണ് അവരുടെ ഈ പഠനങ്ങളിൽ പറയുന്നത്. അതുപോലെ ഈ ഒരു അർബൻ സോഷ്യോളജിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ അർബൻ സോഷ്യോളജി എന്നുള്ളത് സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ചായി വന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനശാഖയായി മാറി. അപ്പോൾ ഈ അർബൻ സോഷ്യോളജി പഠനം നടത്തുന്നത്, അതിൻ്റെ വിഷയമായി വരുന്നത് വികസിത രാജ്യങ്ങളും അതുപോലെ വികസ്വര രാജ്യങ്ങളും ഒക്കെ ഇതിൻ്റെ പഠന വിഷയമായിട്ട്, പാഠ്യവിഷയമായിട്ട് അർബൻ സോഷ്യോളജിയിൽ വരുന്നുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള പഠനങ്ങൾ ഈ അർബൻ സോഷ്യോളജിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യാവസായിക വിപ്ലവത്തിനും അതുപോലെ ടെക്നോളജിക്കലായിട്ടുണ്ടായ ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷം ആളുകൾ കൂടുതലായി നഗരങ്ങളിലേക്കും സിറ്റി ലൈഫിലേക്കും കടന്നു വരുന്നതിനെക്കുറിച്ച് ഇതിൽ പഠനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഈ അർബൻ സോഷ്യോളജിയായ അർബൻ ഏരിയകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി തന്നെ പലതരത്തിലുള്ള ക്രൈംസ്, കറപ്ഷനൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് കൃത്യമായി അതിന് വേണ്ട നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ അർബൻ സോഷ്യോളജിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് താഴെ കൊടുക്കുന്നുണ്ട്. അതായത് ഒന്നാമത്, ഒരു അർബൻ സൊസൈറ്റി അത് കൃത്യമായി പുനർനിർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അർബനൈസേഷനെ കുറിച്ചുള്ള കൃത്യമായ ശാസ്ത്രീയ പഠനം നടക്കുന്നുണ്ട്. പിന്നെ ഇത് കാരണം അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൃത്യമായി സോൾവ് ചെയ്യപ്പെടുന്നുണ്ട്. കൃത്യമായ പ്രൊജക്റ്റുകൾ അവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ കൃത്യമായിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചറുകളെ കുറിച്ച് ഒക്കെ പഠനം നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ബൃഹത്തായ, വളരെ പ്രത്യേകമായ രീതിയിലാണ് അർബൻ സോഷ്യോളജിയുടെ പഠനങ്ങൾ നടക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് ഈ അർബൻ സോഷ്യോളജി എന്നുള്ളത്. ഇതിൻ്റെ സ്കോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനസ്സിലാക്കിയതുപോലെ മൾട്ടി ഡിസിപ്ലിനറി, വ്യത്യസ്ത പഠന ശാഖകളിലേക്ക് ഇത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ചില സമയത്ത് എക്കണോമിക്സിലേക്കും ഹിസ്റ്ററിയിലേക്കും സൈക്കോളജി, അങ്ങനെ വിവിധ പഠനശാഖകളിലേക്ക് അർബൻ സോഷ്യോളജി കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജിയോഗ്രഫിയുമായിട്ടും പൊളിറ്റിക്കൽ സയൻസുമായിട്ടും എക്കണോമിക്സുമായിട്ടും ആന്ത്രോപോളജിയായിട്ടൊക്കെ വിശാലമായ രീതിയിൽ പരന്നു കിടക്കുന്നതാണ് ഈ അർബൻ സോഷ്യോളജിയുടെ ഒരു സ്കോപ്പ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സിറ്റികളെക്കുറിച്ചും അവരുടെ വളർച്ചയെക്കുറിച്ചൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് വളരെ വൈഡായ ഒരു സ്കോപ്പാണ് അർബൻ സോഷ്യോളജിക്ക് നൽകുന്നത്. അവർ കൃത്യമായി പ്രോബ്ലങ്ങൾ, ഓരോ സൊസൈറ്റിയിലുള്ള പ്രോബ്ലങ്ങൾ മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതുപോലെ പല രീതിയിലുള്ള പഠനശാഖകളുമായിട്ടും ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതിൻ്റെ ബേസിക് കൺസെപ്റ്റുകളാണ് ഈ താഴെ പറയുന്നത്. ഒന്നാമതായി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത് ചിലപ്പോൾ ഒരുപോലെയുള്ള ഒരു കോമൺ ഹാബിറ്റാറ്റ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ നിലക്കുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു കോമൺ ഹാബിറ്റാറ്റ്, അതായത് ഒരുപോലെയുള്ള കൾച്ചറുകളൊക്കെ നിലനിർത്തി ജീവിക്കുന്ന ആളുകളൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താറുള്ളത്. എന്നാൽ ഇവിടെ അതിന് വ്യത്യസ്ത തരത്തിലുള്ള മീനിങ്ങൾ ഇവിടെ നൽകുന്നുണ്ട് പല സ്കോളേഴ്സും. ചില ആളുകൾ പറയുന്നത് ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്മാളസ്റ്റ് ടെറിട്ടറിയൽ ഗ്രൂപ്പാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സോഷ്യൽ ലൈഫിൻ്റെ തലങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു മേഖലയാണിതെന്ന് പറയുന്നുണ്ട്. മറ്റു ചിലർ കമ്മ്യൂണിറ്റിയുടെ ഒരു ബേസിക് സാധനമായിട്ട് ഇതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റികളിൽ പ്രധാനമായും പരസ്പര സഹകരണവും അതുപോലെ ഒരുപാട് പരസ്പരമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും കാര്യമായിട്ട് നിലനിൽക്കുക. അപ്പോൾ അതാണ് കമ്മ്യൂണിറ്റി. അതുപോലെ ഈ എക്കോളജി എന്ന് പറഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഭൂപ്രകൃതിപരമായിട്ട് പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങളാണല്ലോ എക്കോളജിയിൽ ഉൾക്കൊള്ളുക. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ആ ഒരു ഏരിയയിൽ അവിടെയുള്ള വസ്തുക്കളും അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളുമായിട്ടും അതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ പഠനമാണ് ഈ എക്കോളജിക്ക് കീഴിൽ വരിക. അപ്പോൾ അർബൻ എക്കോളജി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ചിക്കാഗോ സ്കൂളിൽ നിന്നാണ് അത് രൂപപ്പെട്ട് വന്നത്. അപ്പോൾ അത്
അർബൻ സോഷ്യോളജിയിലും അതുപോലെ അർബൻ ആന്ത്രോപോളജിയിലും ഒക്കെ അത് കടന്നു വരുന്നുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അർബനൈസേഷനും അർബനിസവും. അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നഗരങ്ങളുടെ ഒരു അതിൻ്റെ ഉത്ഭവം, പിന്നെ അവിടെയുള്ള സിറ്റി ബിൽഡിങ്ങുകളെ കുറിച്ച് അതിൻ്റെ പ്രോസസ്സുകളൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും വരിക. അതുപോലെ പോപ്പുലേഷനെ കുറിച്ചുള്ള അതിൻ്റെ പഠനങ്ങൾ, അതുപോലെ അവിടെയുള്ള മറ്റു സാമൂഹികപരമായ സോഷ്യൽ ആക്ടിവിറ്റീസും മറ്റൊക്കെയാണ് അതിലുണ്ടാവുക. എന്നാൽ അർബനിസം എന്ന് പറഞ്ഞാൽ ഇതിനോട് വിപരീതമായിട്ട് ഈ അർബൻ കമ്മ്യൂണിറ്റിക്കുള്ളിലുള്ള പ്രത്യേകമായ അവരുടെ ലൈഫിനെ കുറിച്ചുള്ള പഠനങ്ങൾ, വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ അവരുടെ കൾച്ചറുകൾ, ഒരു ആന്ത്രോപോളജിക്കൽ രീതിയിൽ അതിൻ്റെ സിംബലുകൾ, അതുപോലെ അവരുടെ ഡെയിലി ലൈഫ് പാറ്റേണുകളൊക്കെ അങ്ങനെയുള്ള ഒരു അടിസ്ഥാനപരമായ രീതിയിലായിരിക്കും ഈ ഒരു അർബനിസത്തിൻ്റെ പഠന ഭാഗങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ മോഡേൺ അർബൻ സോഷ്യോളജിയുടെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള അതിൻ്റെ തിയറികൾ രൂപപ്പെട്ടു വരുന്നത് കാൾ മാർക്സിനെ പോലെ, അതുപോലെ ഫെർഡിനാൻഡ് എമിൽ ദുർഖൈം, മാക്സ് വെബറെ പോലെയുള്ള, ജോർജ് സിമ്മലിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് അവരുടെ പഠനങ്ങളിൽ നിന്നാണ് അതിൻ്റെ ഒരു ഫിലോസഫിക്കലായ ഫൗണ്ടേഷൻസ് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനാണ് പിന്നീട് നേരത്തെ പറയപ്പെട്ട യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിൽ നിന്ന് അവിടെയുള്ള സ്കോളേഴ്സ് അത് പിന്നീട് വിശാലമായി പഠനം നടത്തിയ ഒരു പഠനശാഖയാക്കി രൂപപ്പെടുത്തിയത്. അപ്പോൾ അത് പിന്നീട് ഒരുപാട് പ്രധാനപ്പെട്ട പഠനങ്ങളിലൊക്കെ അത് വിധേയമായി. കൾച്ചറൽ സോഷ്യോളജി, എക്കോണമിക് സോഷ്യോളജി, പൊളിറ്റിക്കൽ സോഷ്യോളജി അങ്ങനെ വിവിധ തരങ്ങളിലേക്ക് അത് നീണ്ടുപോയി. അപ്പോൾ അതിനുശേഷം പിന്നീട് ഈ സാമൂഹിക ശാസ്ത്രജ്ഞരൊക്കെ വളരെ കൃത്യമായിട്ട് അർബൻ ഏരിയകളിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസിനെ കുറിച്ച് പഠനം നടത്തി. അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച്, എക്കോണമിക്കലായ മറ്റു അധിക പവർ ഡൈനാമിക്സിനെ കുറിച്ചൊക്കെ അവർ കൃത്യമായ പഠനങ്ങൾ നടത്തി. അപ്പോൾ പിന്നീട് ഇതിന് ശേഷമുണ്ടായ പിൽക്കാലത്തുണ്ടായ ആഗോളവൽക്കരണം, അതുപോലെ IT മേഖലയിൽ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ മേഖലയിലൊക്കെ ഉണ്ടായ വലിയ മാറ്റങ്ങൾ, വളരെ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഈ സിറ്റികളിൽ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പിൽക്കാലത്തുണ്ടായ സിറ്റികളിൽ വന്ന അർബൻ സോഷ്യോളജിയിൽ വന്ന പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഈ പറയുന്ന അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ സിറ്റിയിലെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഈ അർബൻ സോഷ്യോളജിയിൽ നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ അർബനൈസേഷൻ ഇതിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതുപോലെ അവിടുത്തെ അർബൻ സോഷ്യൽ ലിവിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യും. അതുപോലെ അവർ പരസ്പരം അവർക്കിടയിലുള്ള സോഷ്യൽ റിലേഷനെ കുറിച്ച്, അതുപോലെ അവിടുത്തെ ഭൂപ്രകൃതിപരമായ കൾച്ചറുകളെക്കുറിച്ച്, മറ്റൊരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ കീഴിൽ, ഈ ഒരു അർബൻ സോഷ്യോളജിയുടെ കീഴിൽ വരുന്നതാണ് അതിൻ്റെ പ്രത്യേകതകളായിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ഈ ഒരു സിറ്റികളിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലേജുകളിൽ നിന്നുള്ള വളരെ വലിയ വ്യത്യസ്തങ്ങൾ ഉണ്ടാവും. കാരണം ആളുകളൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് ഉള്ളവരും കാഴ്ചപ്പാടുള്ളവരും, പല രീതിയിലുള്ള വേരിയേഷൻസ് സ്വാഭാവികമായിട്ടും വില്ലേജുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സിറ്റി ലൈഫിൽ കാണപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ ഈ ആളുകൾ പണ്ട് സ്കോളേഴ്സ് ഇതിന് അർബൻ സോഷ്യോളജിയിൽ പല രീതിയിലുള്ള ഫീച്ചേഴ്സ് അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്മൽ പറയുന്നത് അർബൻ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും പേഴ്സണാലിറ്റിയെക്കുറിച്ചൊക്കെയാണ് അതിൽ കടന്നു വരിക. അതിൻ്റെ ഡിസ്കഷനാണ്. അങ്ങനെ പല ആളുകൾ പല രീതിയിലുള്ള പ്രത്യേകമായ ഫീച്ചേഴ്സുകൾ ഈ അർബൻ സോഷ്യോളജിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാന മറ്റൊരു കാര്യമാണ് അർബൻ ഐസോലേഷനെ കുറിച്ച് പറയൽ. അതായത് നമ്മളൊക്കെ ഈ ഐസോലേഷൻ എന്നുള്ള വേർഡ് COVID-19 സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു പാൻഡമിക് വന്നു. അപ്പോൾ അതിൻ്റെമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് പ്രത്യേകമായ ഒരു ഐസോലേഷൻ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഈ നഗരങ്ങൾ ഇങ്ങനെ സിറ്റി ലൈഫുകൾ വികസിച്ച് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ പ്രോഗ്രസ്സിനൊപ്പം നിൽക്കാൻ കഴിയാത്ത ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നു. പക്ഷേ ആ ഒരു ഈ അർബനൈസേഷൻ്റെ ഭാഗമായി കൃത്യമായി അതിൻ്റെ ഒപ്പം കൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത പല ആളുകളും അവർക്ക് പിന്നീട് അവർ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയും, കൃത്യമായ റിസോഴ്സും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ലഭിക്കപ്പെടാതിരിക്കുകയും അവിടെ ഒരു വലിയ എക്കോണമിക്കൽ ഇനീക്വാലിറ്റിയൊക്കെ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു അർബൻ ഐസോലേഷൻ എന്ന ഭാഗത്ത് പറയുന്നത്. അപ്പോൾ പല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2016 നടത്തിയൊരു പഠനത്തിൽ 4200 വരുന്ന വ്യക്തികളെ വെച്ചിട്ട് വളരെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു പഠനം ഈ മേഖലയിൽ നടത്തുകയും അങ്ങനെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അവർ പുറത്തുവിടുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ നഗരങ്ങൾ വികസിക്കും. മറ്റൊരു സൈഡിൽ ഇത് കൃത്യമായി ഈ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിഭാഗം ആളുകളുണ്ടാകും. അപ്പോൾ അവർ ചിലപ്പോൾ ഇതിൻ്റെ റിസോഴ്സുകളും ഓപ്പർച്യൂണിറ്റീസും അവർക്ക് കൃത്യമായി ലഭിക്കാതെ അവർ ഐസോലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ഇന്ത്യയിലുള്ള ഈ അർബൻ സോഷ്യോളജിയെ കുറിച്ച് പറയുന്നത് 1915 പാട്രിക് ഗഡസിൻ്റെ
മുംബൈ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇതിൽ പ്രധാനപ്പെട്ട വർക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് 1920 വളരെ പ്രധാനപ്പെട്ട പഠനങ്ങൾ ഈ മേഖലയിൽ നടന്നു. പിന്നീട് 1914-24 ഇടയിൽ പ്രധാനപ്പെട്ട 50 ഇന്ത്യൻ അർബൻ സെൻ്ററുകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നു. അവർ കൃത്യമായ പഠനം സമർപ്പിച്ചു. പക്ഷേ ഈ പഠനങ്ങളൊന്നും ഒരു കൃത്യമായ ഫൗണ്ടേഷൻ ഇന്ത്യയിൽ അർബൻ സോഷ്യോളജിക്ക് നൽകിയില്ല. കാരണം അതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യോളജി തന്നെ ഇന്ത്യയിൽ ആ സമയത്ത് സോഷ്യോളജി തന്നെ വളർന്നു വരുന്ന അതിൻ്റെ ഒരു ശൈശവാവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അർബൻ സോഷ്യോളജിക്ക് വളരെ പെട്ടെന്നുള്ള ഒരു മുന്നേറ്റം നടക്കാൻ സാധിക്കാതിരുന്നത്. ഏതായാലും പിന്നീട് ഒരുപാട് റിസർച്ച് വർക്കുകൾ നടന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ഒരുപാട് ഈ മേഖലയിലുള്ള പഠനങ്ങൾ നടത്തി അവരുടെ കീഴിൽ. അതുപോലെ 1951 വന്ന സെൻസസ്, അതാണ് വളരെ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പിന്നീടുള്ള വളർച്ചയ്ക്ക് കാരണമായത്. ആ സെൻസസ് കാരണം പല ആളുകളും പല സ്കോളേഴ്സും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുകയും പിന്നീട് ക്രമേണ അർബൻ സോഷ്യോളജി ഒരുപാട് പ്രാധാന്യം ഇന്ത്യയിലും അതിന് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരുപാട് സോഷ്യോളജിസ്റ്റും സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകളൊക്കെ ആ മേഖലയിലേക്ക് കടന്നു വന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സംഭാവനയായിരുന്നു നാഷണൽ കമ്മിറ്റി ഓൺ അർബനൈസേഷൻ. അപ്പോൾ അവർ വളരെ കൃത്യമായി പഠനം നടത്തി വളരെ വലിയ ഒരു പഠനം തന്നെ, റിപ്പോർട്ട് തന്നെ ഈ മേഖലയിൽ അവർ സമർപ്പിച്ചു അർബൻ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് NCU. പിന്നീട് ശേഷമുള്ള പിൽക്കാലത്ത് ഒരുപാട് രീതിയിലുള്ള കോൺഫറൻസുകളും സെമിനാറുകളും പലതരത്തിലുള്ള സ്കോളേഴ്സും ഈ മേഖലയിൽ പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഇന്ത്യയിൽ ഈ മേഖലയിൽ കടന്നു വന്നു. പിന്നീട് അദ്ദേഹത്തിന് ശേഷം GS ഗുരെ വളരെ പ്രധാനപ്പെട്ട സിറ്റീസ് ഓഫ് ഇന്ത്യ എന്നൊരു വർക്ക് പിന്നീട് അദ്ദേഹം സംഭാവന ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റു പഠനങ്ങളാണ് പറയുന്നത്. 1920 നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇതൊരു വെസ്റ്റേൺ കൺട്രീസിൽ കൃത്യമായി അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായി. പിന്നീട് ഇന്ത്യയിലേക്ക് നേരത്തെ പറഞ്ഞ പാട്രിക്കിനെ പോലെയുള്ള ആളുകളും പിന്നെ GS ഗുരെയൊക്കെയാണ് പഠനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ GS ഗുരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ റിവൈവൽ ഓഫ് ഇൻഡിജീനിയസ് കസ്റ്റംസ്. ഈ നഗരങ്ങളിലും അർബൻ സൊസൈറ്റികളും അർബൻ ഏരിയകളിലൊക്കെ കൃത്യമായി നമ്മുടെ ഇൻഡിജീനിയസ് തദ്ദേശീയമായ കസ്റ്റംസിന് അതിന് റിവൈവൽ, അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുപാട് രീതിയിലുള്ള പഠനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. പിന്നീട് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു വർക്ക് നമ്മൾ നേരത്തെ പറയപ്പെട്ട പാട്രിക് ഗഡ്സ് നടത്തി സമർപ്പിച്ചു. അത് കൃത്യമായി ഇന്ത്യയിൽ ഗവൺമെൻറ് ടൗൺ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് അവർ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പല രീതിയിലുള്ള പഠനങ്ങൾ പിൽക്കാലത്ത് ഇന്ത്യയിലുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ 1950-കൾക്ക് ശേഷമാണ് കൃത്യമായ രീതിയിലുള്ള പഠനങ്ങൾ മുന്നോട്ട് വരുന്നത്. കാരണം നമ്മൾ ഡിസൂസ എന്ന ഒരു സോഷ്യോളജിസ്റ്റ് പറയുന്നത് തന്നെ 1951 ശേഷമാണ്, ആ ഒരു സെൻസസിന് ശേഷമാണ് പല പുറത്തുള്ള സോഷ്യോളജിസ്റ്റ് വരെ ഇന്ത്യയിലുള്ള ഈ ഒരു പഠനമായി ഇന്ത്യയിലെ സിറ്റികളെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്താൻ തുടങ്ങിയത്. പിന്നീട് 1971 സെൻസസ് ഉണ്ടായി. അപ്പോൾ അതിലൂടെ വീണ്ടും വളരെ വലിയൊരു കുതിച്ചുചാട്ടം ഈ മേഖലയിൽ ഈ പഠനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായി. അതുപോലെ സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റുകളൊക്കെ ഈ മേഖലയിലേക്ക് ഒരുപാട് രീതിയിലുള്ള സംഭാവനകൾ സമർപ്പിച്ചു. പിന്നീട് 1980-ലും 90-കളിലൊക്കെ ഗവൺമെൻറ് തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ അവർ മുന്നോട്ട് വെച്ചു. 1996-ൽ ഒരു ഇസ്താംബുൾ കോൺഫറൻസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സംഭാവനകൾ സമർപ്പിച്ചിരുന്നു. അതുപോലെ നാഷണൽ അർബൻ ഒബ്സർവേറ്ററി, അങ്ങനെ പല രീതിയിലുള്ള ഇനീഷ്യേറ്റീവുകൾ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ നേരിട്ട് നടത്തി. അപ്പോൾ പിന്നീട് ഈ കാലഘട്ടത്തിന് ശേഷം കഴിഞ്ഞ ഈ പതിറ്റാണ്ടുകളിലൊക്കെ ആയിട്ട് ഈ അർബൻ സോഷ്യോളജി എന്നുള്ള കൃത്യമായ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖയായി രൂപപ്പെട്ടു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും അർബൻ സോഷ്യോളജിയുടെ ഒറിജിൻ ഡെവലപ്മെൻറ്റ് ചർച്ച ചെയ്തു. അതുപോലെ ചിക്കാഗോ സ്കൂളിൽ നിന്നുള്ള അതിൻ്റെ ഒരു ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ അവിടുത്തെ സ്കോളേഴ്സിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, അതുപോലെ ഇന്ത്യയിലേക്ക് വന്നാൽ പാട്രിക് ഗഡ്സും GS ഗുരെ പോലെയുള്ള ആളുകൾ സംഭാവന ചെയ്തു. അതുപോലെ 1950-ന് ശേഷമുള്ള സെൻസസിന് ശേഷമാണ് കാര്യമായ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. പിന്നെ ഒരുപാട് വർക്കുകൾ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. അങ്ങനെ ഇതുപോലെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് അർബൻ സോഷ്യോളജിയിൽ അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടം എങ്ങനെയാണ് ഇന്ത്യയിലും പിന്നെ അമേരിക്കയിലും ഒക്കെ ഉള്ളതിൻ്റെ ഒരു തുടക്ക കാലഘട്ടമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഇൻട്രൊഡക്ഷൻ ടു അർബൻ സോഷ്യോളജി എന്ന ചാപ്റ്ററിലൂടെ കവർ ചെയ്തത്.